ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊഹീസീവ് ഡിവൈസസ് ആണ്. ആക്ച്വലി നിങ്ങളുടെ +2 എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കൊഹീസീവ് ഡിവൈസ് എന്നുള്ളത്. ആക്ച്വലി കുറഞ്ഞ മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ അവസാനം വരെ കാണുകയാണെങ്കിൽ ഏതാനും മാർക്കുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടാൻ പോവുകയാണ്. ഈ ആക്ച്വലി എന്താണ് കൊഹീസീവ് ഡിവൈസ് എന്നത് പോലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. ഗ്രാമർ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊഹീസീവ് ഡിവൈസ് എന്നുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, നമുക്കിനി എന്താക്കാം, കൊഹീസീവ് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. ആക്ച്വലി refers to the conjunction ആണ് ആക്ച്വലി കണക്റ്റിംഗ് വേർഡുകളെയാണ്, അല്ലെങ്കിൽ കണക്റ്റീവ്സ് ആൻഡ് പ്രൊനൗൺസ് യൂസ്ഡ് ടു ലിങ്ക് ദ പാർട്സ് ഓഫ് എ സെന്റൻസ്. രണ്ട് സെന്റൻസ് അതിന് രണ്ടിനെ ലിങ്ക് ചെയ്യുക, കണക്ട് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊഹീസീവ് ഡിവൈസ് ഉപയോഗിക്കാറുള്ളത്. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാമല്ലോ, മലയാളത്തിൽ പറയാം. ഓക്കെ, മലയാളത്തിൽ പറയുന്ന സമയത്ത് ഓക്കെ രാമുവിനെ പിന്നെ അല്ലെങ്കിൽ വേണ്ട, രാമു കുളിക്കാറില്ല ഒരു സെന്റൻസ്. അടുത്ത സെന്റൻസ്, അവന് നല്ല നാറ്റമുണ്ട്. ഓക്കെ, ഇത് രണ്ട് സെന്റൻസും, ഈ രണ്ട് സെന്റൻസിനെ നമ്മൾ അങ്ങോട്ട് ഒട്ടിക്കാൻ പോവുകയാണ്, ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെയാണ് നമുക്ക് കൊഹീസീവ് ഡിവൈസുകളുടെ ആവശ്യം വരുന്നത്. നോക്കിക്കോ, രാമു കുളിക്കാറില്ല, അവനെ നല്ല മാറ്റമുണ്ട്. രാമു കുളിക്കാത്തതിനാൽ അല്ലെങ്കിൽ രാമു കുളിക്കാറില്ല, അത് കാരണം. ഓക്കെ, അത് കാരണം എന്നുള്ള പുതിയൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്തല്ലോ, അത് കാരണം. ഓക്കെ, യെസ്, അത് കാരണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലിങ്കിങ് വേർഡുകളെയാണ് ആക്ച്വലി കൊഹീസീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമ്മൾ ഏതൊക്കെയാണ് ആ കൊഹീസീവ് ഡിവൈസസ്, ആക്ച്വലി പൊതുവേ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ +2 ഇംഗ്ലീഷ് എക്സാമിൽ ചോദിക്കുന്ന കൊഹീസീവ് ഡിവൈസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റാക്കാം. യെസ്, നോക്കിക്കോ, ഇതൊക്കെ ആക്ച്വലി അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പൊതുവേ എല്ലാവരും പഠിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കൊഹീസീവ് ഡിവൈസും കൊണ്ട് എടുക്കും, അതിന്റെ മീനിങ് എഴുതി വെക്കും, അപ്പൊ മൈൻഡിൽ നിൽക്കില്ല, പെട്ടെന്ന് മറന്നു പോകും. ഇനി നമ്മൾ അതിന്റെ ഒരു കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് 7ഓളം കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൈൻഡിൽ നിൽക്കും. ആ ഒരു എക്സാമ്പിൾസ് പ്രാക്ടീസും കഴിഞ്ഞിട്ടേ നമ്മൾ എന്താക്കുന്നുള്ളൂ, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുള്ളൂ. കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഈ മാർക്ക് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നോക്കിക്കോ, ആക്ച്വലി ഫസ്റ്റ് വൺ റീസൺ ആണ്. റീസൺ, കാരണം. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ്, ഇത്രയും വേർഡുകൾ റീസൺ ഓറിയന്റഡ് ആയിട്ട് വരുന്ന സംഭവമാണ്. നോക്കിക്കോ, ഹി വാസ് വെരി റിച്ച്, അവൻ നല്ല പണക്കാരനായിരുന്നു. ഹി യൂസ്ഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് വെൽത്ത് വെരി വെൽ, അവന്റെ സമ്പത്ത് അവൻ നല്ല രീതിയിൽ നോക്കി നടത്താറുണ്ടായിരുന്നു. ഈ രണ്ട് സെന്റൻസിനെ ഇവിടെ ആക്ച്വലി ഈ ഒരു സെന്റൻസ്, ഹി വാസ് വെരി റിച്ച് എന്നുള്ളത് എ സെന്റൻസ്, ഹി യൂസ്ഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് വെൽത്ത് എന്നുള്ളത് ബി സെന്റൻസ്. ഈ രണ്ടിനെയും എയും പ്ലസും കൂടി ലിങ്ക് ചെയ്യുന്ന ആ ഒരു വേർഡാണ് സിൻസ് എന്നുള്ളത്. ഈ സിൻസിന്റെ മീനിങ് എന്താണ്? റീസൺ, കാരണം എന്നുള്ളതാണ്. ഡ്യൂ ടു അതും വെക്കാം, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് വെക്കാം, അല്ലെങ്കിൽ ആസ് വെക്കാം. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്താക്കാറുള്ളത്, ഇവിടെ ഓരോ കൊഹീസീവ് ഡിവൈസ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത് സിൻസ് ആണ്. ഹി വാസ്, അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തത്, ഹി വാസ് വെരി റിച്ച്, കാരണം അവൻ നല്ല റിച്ച് ആവാൻ കാരണം അവന്റെ സമ്പത്തൊക്കെ അവൻ നല്ല രീതിയിൽ നോക്കി നടത്തിയത് കൊണ്ടാണ്. സിൻസിന്റെ മീനിങ്, സിൻസ് കാരണം മുതൽ എന്നുള്ള ഒരു മീനിങ് ഉണ്ട്, പക്ഷെ ഇവിടെ ഈ ഒരു കൊഹീസീവ് ഡിവൈസിന്റെ മീനിങ് എന്ന് പറയുന്നത് യെസ്, കാരണം എന്നാണ്. അപ്പൊ റീസൺ ഇതാ, ബിക്കോസ് ഓഫ് വരാം, ഡ്യൂ ടു വരാം, ആസ് വരാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താക്കാൻ വരാം, ഈ ഒരു റീസൺ എന്നുള്ള മീനിങ്ങിൽ ഈ ഒരു കൊഹീസീവ് ഡിവൈസ് വരാൻ പറ്റും. സെറ്റാക്കാം, മറന്നു പോകരുത്. കാറ്റഗറി മറന്നു പോകരുത്. രണ്ടാമത്തെ കാറ്റഗറി നോക്കുക, ആക്ച്വലി ഔട്ട്കം, റിസൾട്ടിനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും, ഈ ഒരു കൊഹീസീവ് ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാ, സോ, അതുകൊണ്ട്, ആസ് എ റിസൾട്ട്, അതിന്റെ റിസൾട്ട് എന്നോണം, therefore, അക്കാരണത്താൽ എന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ എന്താക്കും, അതിന്റെ റിസൾട്ട്, ഒരു കാര്യം ഉണ്ടായി അത് കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ, ആസ് എ റിസൾട്ട്, therefore. ഇത് മാത്രമല്ല, ഇതിലും എക്സ്ട്രാസ് ഉണ്ടായേക്കാം, പക്ഷെ നമ്മൾ പൊതുവേ ഉള്ള സാധനങ്ങളാണ്. കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം മതിയാവുകയില്ല. എക്സാമ്പിൾ നോക്കിയോ, നമ്മൾ therefore എക്സാമ്പിൾ ആണ് പിടിക്കുന്നത്. She forgot her charger, അവളുടെ ചാർജർ എടുക്കാൻ അവൾ മറന്നുപോയി. therefore, അക്കാരണത്താൽ, അതിന്റെ റിസൾട്ട് എന്നോണം couldn't use phone, അവളുടെ ഫോൺ യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഫോൺ ഡെഡ് ആയി പോയി. ഓക്കെ, ഇവിടെ എ സെന്റൻസ്, ബി സെന്റൻസ്, ഇത് രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുന്നതാണ്. therefore, കണക്റ്റിംഗ് വേർഡ് ആണ് ആക്ച്വലി കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. കൺജക്ഷൻ ആണ്, കണക്റ്റീവ് വേർഡുകളാണ്. യെസ്, സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെറ്റ് നോക്കിയോ, ദാ പിടിച്ചോ, പേർപ്പസ്.
എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടി, ഇൻ ഓർഡർ ടു, ഇക്കാരണത്തിന് വേണ്ടി, ഇതിനു വേണ്ടി, സോ ദാറ്റ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. നോക്കിക്കോ, ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എന്തിനാ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ. എന്തിനാ? പാസ് എക്സാം പാസ് ആവാൻ വേണ്ടി, ഇൻ ഓർഡർ ടു, വേണ്ടി എന്നുള്ള ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിവൈസ് യൂസ് ചെയ്തത്. അതിന് അതുപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു കോഴ്സ് ഡിവൈസ് ആണ് സോ ദാറ്റ്. അപ്പോൾ ഇത് കാറ്റഗറി മനസ്സിലാക്കി കാറ്റഗറി വെച്ച് പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ കോഴ്സ് ഡിവൈസുകൾ മറന്നുപോയില്ല. 4th one, കോൺട്രാസ്റ്റ്. ഓക്കെ, കോൺട്രാസ്റ്റും അതുപോലെ തന്നെ കോൺട്രാഡിക്ടറി വേർഡ് വരുന്നുണ്ട്. രണ്ടും ചിലപ്പോൾ തമ്മിൽ ഏകദേശം സെയിം ആണെന്ന് തോന്നും. പക്ഷെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നിരുന്നാലും, അങ്ങനെയാണെങ്കിലും എന്നുള്ള അർത്ഥമാണ്. കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് സാധനങ്ങൾക്കാണ് കോൺട്രാഡിക്ടറി. അത് വരാൻ പോകുന്നതാണ്, ഇപ്പോഴേ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, അങ്ങനെയാണെങ്കിലും, ഓപ്പോസിറ്റ് അല്ല, എന്നിരുന്നാലും അങ്ങനെ ഒരു വേർഡ് കിട്ടാൻ വേണ്ടി. ഈവൻ ദോ, എന്നാലും, ബട്ട്, പക്ഷേ, ഹൗഎവർ, അങ്ങനെയാണെങ്കിലും, യെറ്റ്, എന്നാലും, ഓൾദോ, അങ്ങനെയാണെങ്കിൽ കൂടി, സ്റ്റിൽ, ഇപ്പോഴും എന്നീ മീനുകൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കാറുണ്ട്, ഈ ഇത്രയും കോഴ്സ് ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. ഹി ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളി നല്ല ഇഷ്ടമാണ്, നന്നായിട്ട് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്നാലും however he doesn't enjoy watching it on TV. എന്നാലും അവൻ എന്താക്കാറില്ല, ടിവിയിൽ ക്രിക്കറ്റ് കാണാറില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഓക്കെ, അത് ഒരു ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഏതായാലും അവന് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവന് ടിവിയിൽ ക്രിക്കറ്റ് കളി കാണാറില്ല. അങ്ങനെയാണെങ്കിൽ കൂടി അവൻ അത് കാണാറില്ല എന്നർത്ഥം. ഓക്കെ, അവൻ കളിക്കുന്നതാണ് ഇഷ്ടം. അതെ, ഓപ്പോസിറ്റ് അല്ലല്ലോ, അവൻ ചെയ്യുന്നുണ്ട് മറ്റൊന്നും ചെയ്യുന്നില്ല, അത് നേരെ ഓപ്പോസിറ്റ് അല്ലോ. അങ്ങനെ ഓപ്പോസിറ്റ് പറയുന്നതാണ് കോൺട്രാഡിക്റ്റിംഗ്, ഓപ്പോസിറ്റ് ആണ്. ഓൺ ദ കോൺട്രറി എന്നുള്ള വേർഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇവൻ സോ എന്നുള്ള കോഴ്സ് ഡിവൈസ് യൂസ് ചെയ്യും. നോക്കിക്കോ, എക്സാമ്പിൾ കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാക്കും. ഷീ എക്സ്പെക്ടഡ് ദ ട്രിപ്പ് ടു ബി ബോറിംഗ്. ആ ട്രിപ്പ് ഭയങ്കര ബോറിംഗ് ആവും എന്നായിരുന്നു അവൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഓൺ ദ കോൺട്രറി, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതിന് നേരെ വിപരീതമായിട്ട്, ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. ആ ട്രിപ്പ് ഗിഡിലൻ ട്രിപ്പ് ആയിരുന്നു, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു എന്ന് പറയാം. അപ്പൊ നേരെ ഓപ്പോസിറ്റ് സാധനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഓൺ ദ കോൺട്രറി, ഇവൻ സോ എന്നുള്ള വേർഡുകളൊക്കെ, എന്നുള്ള കോഴ്സ് ഡിവൈസുകളൊക്കെ സെറ്റ് ആണല്ലോ. രണ്ടെണ്ണം പിടിച്ചോ. ആഡിങ്, ഒന്നുകൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി എക്സ്ട്രാ. അത് മാത്രമല്ല, ഇതും കൂടി, മോർ ഓവർ മാത്രമല്ല, ആൻഡ് നമ്മൾ ഓൾറെഡി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇൻ അഡീഷൻ ടു, കൂടാതെ, ഓൾസോ മാത്രമല്ല, ടു, അതും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും കോഴ്സ് ഡിവൈസുകൾ ആഡിങ് സെഷൻ നമുക്ക് എന്താക്കാം, സെറ്റ് ആക്കാം. നോക്കിക്കോ, ഷീ ഫിനിഷ്ഡ് ഓൾ ഹർ ഹോംവർക്ക്. അവളുടെ മുഴുവൻ ഹോംവർക്കും അവൾ എന്താക്കി, കംപ്ലീറ്റ് ചെയ്തു. മോർ മാത്രമല്ല, അതിന്റെ കൂടെ ആഡിങ് ആണ്. ഷീ ഹെൽപ്ഡ് ഹർ ബ്രദർ. അവളുടെ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്തു. വിത്ത് ഹിസ് അസൈൻമെന്റ്സ്, അവന്റെ ആ ഒരു ബ്രദറിന്റെ അസൈൻമെന്റ്സിന് കൂടെ അവള് ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്തു. എക്സ്ട്രാ ഒരു കാര്യം ചെയ്തതാണ്. ആക്ച്വലി നോക്കിക്കോ, ഇവിടെ ആക്ച്വലി നമുക്ക് കിട്ടിയ ഈ ഒരു എ സെന്റൻസ് അതുപോലെ തന്നെ ബി സെന്റൻസ്, ഈ രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്ത വേർഡാണ് മോ ഓവർ എന്നുള്ള വേർഡ്. സെറ്റ് ആണല്ലോ, ആ ഒരു കോഴ്സ് ഡിവൈസ് സെറ്റ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഗ്മെന്റ്. ഓക്കെ, കമ്പയറിംഗിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും സിമിലർലി, ലൈക്ക് വൈസ്, അതുപോലെ എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് സിമിലർലി, അതുപോലെ. ലൈക്ക് നമ്മൾ ഓൾറെഡി കമ്പാരിസൺ യൂസ് ചെയ്യുന്ന സാധനമാണ്. ലൈക്ക് വൈസ്, അതുപോലെ, ഏകദേശം സെയിം മീനിങ് ആണ് ഇത് വരുന്നത്. നോക്കിക്കോ, ഷീ എൻജോയ്സ് ഡാൻസിങ്. അവള് ഡാൻസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വൈസ് അല്ലെങ്കിൽ സിമിലർലി, അതുപോലെ തന്നെ ആര് യൂസ് ചെയ്യുന്നുണ്ട്, ഹർ ബ്രദർ ലവ് സിംഗിങ് ആസ് വെൽ. അവളുടെ ബ്രദറിന് പാട്ടും ഇഷ്ടമാണ്, അതുപോലെ എന്നുള്ള അർത്ഥമാണ് സിമിലർലി, അതുപോലെ തന്നെ ലൈക്ക് വൈസ് എന്നൊക്കെയുള്ള യൂസേജുകളൊക്കെ നമുക്ക് കമ്പയറിംഗ് സെഗ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും സംഭവങ്ങൾ പഠിച്ചു. ഇനി എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക, അതും കൂടി സെറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടാനുള്ള വഴികളുള്ളൂ. സോ എക്സാമിന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ, പിടിച്ചോ ദീ കിടക്കുന്നു. ഓക്കെ, നിങ്ങൾ ഫ്രീ നോട്ട്സിന് വേണ്ടി കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റ് ആക്കണം. ഓക്കെ, സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ പിടിച്ചോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ നമ്മൾ പറഞ്ഞ ഇൻസ്പൈറ്റ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, ബട്ട്, കോൺട്രാറി ടു തുടങ്ങിയിട്ടുള്ള വേർഡുകൾ ആക്ച്വലി നമ്മുടെ കോഴ്സ് ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട്. 3 മാർക്കാണ്. ചെറിയ മാർക്കാണെങ്കിലും അത് വലിയ മാർക്കാണ് നമ്മളുടെ +2 എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ് ദ പോയറ്റ് റീച്ച്ഡ് ഹോം. വലിയ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു പോം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. യെസ് മിക്കവാറും അത് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വാട്ടെവർ, ഏതായാലും ഈ സിറ്റുവേഷൻ വെച്ച് മനസ്സിലാക്കി തരാം. ധാരാളം എക്സ്പെക്ടേഷൻസ് കൊണ്ട് പോയിട്ട് എന്താക്കി അവസാനം വീട്ടിലെത്തി.
പക്ഷേ വാട്ട് ഹി സോ വാസ്, പക്ഷെ അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പക്ഷേ എന്നുള്ള ഒരു സാധനം അവിടെ മിസ്സിംഗ് ആണ്. ആ പക്ഷേ എന്ന് കിട്ടാൻ വേണ്ടി നോക്കിയോ, ഇൻസ്പൈറ്റ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, ഇത് ഏകദേശം സെയിം മീനിങ് ആണ്, പകരം എന്നുള്ള അർത്ഥം. അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. കോൺട്രാറി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കോൺട്രാറി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള സാധനത്തിനാണ്. പക്ഷെ ബട്ട് എന്നുള്ളത് ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് കറക്റ്റ്, ആക്ച്വലി ബട്ട് തന്നെയാണ് ഇവിടെ. ബട്ട് ആണ് ആക്ച്വലി വേണ്ടത്. വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ, നല്ല പ്രതീക്ഷയോട് കൂടി ദ പോയറ്റ് റീച്ച്ഡ് ഹോം, വീട്ടിലെത്തി. പക്ഷേ വാട്ട് ഹി സോ വാസ്, പക്ഷെ അദ്ദേഹം കണ്ടത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഡാഷ് ഹിസ് എക്സ്പെക്ടേഷൻ, അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് കംപ്ലീറ്റ് എതിരായിരുന്നു. കോൺട്രറി, നമ്മളെ കംപ്ലീറ്റ് കോൺട്രാറി, എതിര് എന്നുള്ളതിന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? കോൺട്രാറി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കോൺട്രാറി ടു. ഓക്കെ, അപ്പോ സെക്കൻഡ് വൺ പിടിച്ചോ, പിടിച്ചോ, ബി അവിടെ പോയി. ഇനി ആകെ രണ്ടെണ്ണം ബാക്കിയുള്ളത്, ഇൻസ്പൈറ്റ് ഓഫും ഇൻ പ്ലേസ് ഓഫ്, ഏകദേശം സെയിം മീനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലമേ ഉള്ളൂ, നമുക്ക് കണ്ടുപിടിക്കാം, സെറ്റാക്കാം, നോക്കിക്കോ. ഓക്കെ, അദ്ദേഹം വിചാരിച്ചതിന് ആക്ച്വലി അദ്ദേഹം പോകുന്ന സമയത്ത് ഇവിടെ നാട്ടിൽ ഫുൾ വയലായിരുന്നു. തിരിച്ചു വന്ന സമയത്ത് ഫുള്ള് റബ്ബർ തോട്ടങ്ങൾ, ക്യാഷ് ക്രോപ്സുകൾ എന്താക്കി അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളാണ് അദ്ദേഹം ആക്ച്വലി ഈ ഒരു കവിതയിൽ പറയുന്നത്, റൈസ് എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. ഹീ സോ റബ്ബർ പ്ലാന്റേഷൻസ്. അപ്പൊ ചാപ്റ്ററും കൂടി പഠിക്കണം കേട്ടോ. ഹീ സോ റബ്ബർ പ്ലാന്റേഷൻ, അതായത് റബ്ബർ പ്ലാന്റേഷൻ അദ്ദേഹം കണ്ടു. പകരം റൈസ് കൾട്ടിവേഷൻ, അതായത് നെല്ലും അതുപോലെ തന്നെ വയലിനും പകരം അവിടെ കണ്ടത് എന്താണ്? കംപ്ലീറ്റ് എന്താണോ? യെസ്, റബ്ബർ തോട്ടങ്ങളാണ്, ക്യാഷ് ക്രോപ്സ് ആണ്. യെസ്, നോക്കിക്കോ, ഇവിടെ പകരം, ആ സ്ഥലത്തിന് പകരം എന്ന് കൊടുക്കണമെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് നമുക്ക് കൊടുക്കാം എന്ന് തോന്നും. പകരം എന്നുള്ള മീനിങ് ആണ്. ഇൻ പ്ലേസ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് പകരം, ഏറ്റവും ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇൻ പ്ലേസ് ഓഫ് ആണ്. ഇൻസ്പൈറ്റ് ഓഫ് ഓക്കെ ആണ്, പക്ഷേ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻ പ്ലേസ് ഓഫ് എന്നുള്ളതാണ്. നമ്മൾ +2 എത്തിയത് കൊണ്ട് കറക്റ്റ് ആൻസർ അല്ല കൊടുക്കേണ്ടത്, മീൻസ് ആക്ച്വലി റൈറ്റ് ആൻസർ അല്ല കൊടുക്കേണ്ടത്, കറക്റ്റ് ആൻസർ ആണ്. യെസ്, ഇവിടെ ഇൻ പ്ലേസ് ഓഫ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഒരൊറ്റ എക്സാമ്പിളോട് കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻ തരും, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾ ഇതിപ്പോ ലവ് ചിഹ്നായില്ലേ? വാവ്, സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ആണല്ലോടാ? ലിങ്ക് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് അതിൽ കയറി ജോയിൻ ചെയ്യുക, സെറ്റ് ആക്കുക. യെസ്, അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് കോൺട്രറി ഇൻ പ്ലേസ് ഓഫ്, കറക്റ്റ് ആണ്, സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. 3 മാർക്കിന് തന്നെയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട്, സോ ഉണ്ട്, ഓർ ഉണ്ട്, ഓൾദോ ഉണ്ട്. സിമ്പിൾ വേർഡുകളാണ്. ഓൾദോ എന്ന് പറഞ്ഞാൽ എന്നാലും, എന്നിരുന്നാലും എന്നുള്ള അർത്ഥമാണ്. സെൻഷ്യൽ ഡ്രഗ്സ് ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ്. യെസ്, +2 അല്ലാത്ത ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മീൻസ് ആക്ച്വലി ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ഒരു ഡ്രഗ് സാധനങ്ങളാണ്, ഡ്രഗ് അബ്യൂസ് സാധനങ്ങൾ നമ്മൾ ചാപ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരാവശ്യവുമില്ലാത്ത സംഭവം, നമ്മുടെ ശരീരത്തിന് ഒരാവശ്യമില്ലാത്ത സംഭവങ്ങളാണ്. എന്നിരുന്നാലും that give the user a strong sense of pleasure. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് ബോഡിക്ക് ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ MDMA വലിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരാവശ്യമില്ല. പക്ഷെ ശരീരത്തിന് എന്നിരുന്നാലും ശരീരത്തിന് എന്തോ ഒരു പ്ലഷർ, ഒരു എന്താ പറയുക, അഡിക്റ്റ് ആയി പോകുന്ന ആ ഒരു പ്ലഷർ കിട്ടുന്നത്, എന്തോ ഒരു ആനന്ദം ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും, അല്ലെങ്കിൽ പക്ഷേ എന്നുള്ള അർത്ഥം. പക്ഷേ അത് എന്നിരുന്നാലും വേണ്ട, അത് എന്നിരുന്നാലും അത് പോസിറ്റീവ് ആയി പോകില്ലേ? ഓക്കെ, ഇത് എന്താണ് ആക്ച്വലി നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ എന്നുള്ള വേർഡ്, ഓക്കെ, പക്ഷേ എന്നുള്ള വേർഡ് നമുക്ക് ഇതൊരു ആപ്റ്റ് ആയിട്ടുള്ള പക്ഷേ എന്നുള്ള വേർഡ് ആക്ച്വലി ബട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അല്ലെ? പക്ഷേ ചിലപ്പോൾ ഓൾദോ ആണെന്ന്, എന്നിരുന്നാലും, എങ്കിലും എന്നുള്ള ഒരു വേർഡ് കിട്ടിയേക്കാം. പക്ഷെ എങ്കിലും എന്നുള്ളത് കംപ്ലീറ്റ് മൊത്തം വായിച്ച് നോക്കിയതിന് ശേഷം ഓൾദോക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വേറെ എവിടെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിനിവിടെ രണ്ടും സാധ്യതയുണ്ടല്ലോ, ഓൾദോയും സാധ്യതയുണ്ട്, ബട്ടും സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് എന്താക്കാം, ഓൾദോ വേറെ എവിടെയും വരുന്നില്ലെങ്കിൽ നമുക്ക് എന്താക്കാം, ഓൾദോയും കൊടുക്കാൻ പറ്റും. അല്ലെ ഓൾദോ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓൾദോ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റഡ് സാധനം പറ്റില്ല. നെക്സ്റ്റ് വൺ, ദ ഡ്രഗ് ഷുഡ് ഓൾസോ ഹാവ് റീസ്റ്റോറേറ്റീവ് എഫക്ട്. ഡ്രഗിന് എന്തായിരിക്കണം? ഉറപ്പായിട്ടും റീസ്റ്റോറേറ്റീവ് എഫക്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി. നമ്മുടെ ബ്രെയിനിന്റെയും ബോഡിയുടെയും ബാലൻസ് എന്തായി പോകും? നഷ്ടപ്പെട്ടു പോകും എന്നുള്ള. അല്ലെങ്കിൽ എന്നൊരു സംഭവമാണ് നമുക്ക് അവിടെ മീനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈസിയാണ്, ഓർ എന്നുള്ള ആ ഒരു വേർഡാണ് നമുക്ക് വേണ്ടത്. ഓർ, അല്ലെങ്കിൽ എന്നുള്ളതിന് മറ്റൊരു വേർഡ് നമുക്ക് അതിൽ കാണുന്നില്ല. സോ ഓർ ആണ്. നമുക്ക് 2 ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ബട്ടും അതുപോലെ തന്നെ ഓൾദോ. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നോക്കാം. ഓക്കെ, നോക്കിയോ. ഡാഷ് റിയൽ ഡേഞ്ചർ എക്സിസ്റ്റ്. റിയൽ ഡേഞ്ചർ എക്സിസ്റ്റ് ആയിരുന്നാൽ കൂടി, എങ്കിലും, അതായത് ശരിക്കും ഒരു അപകടം അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലും the drug user often assumes they do not.
പക്ഷെ അങ്ങനെ ഒരു ഡേഞ്ചർ ഉള്ളതായിട്ട് അവർ ഭാവിക്കുന്നില്ല, അവർ അസ്യൂം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഡേഞ്ചർ ഒക്കെ ഉണ്ടോ? അവരങ്ങനെ അസ്യൂം ചെയ്യുന്നില്ല, അവരെന്താക്കുന്നില്ല, അത് ഭാവിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ട്, ദാറ്റ്സ് ഷുവർ, 100% ഷുവർ ആണ്. പക്ഷെ എന്നാലും അവരത് ഭാവിക്കുന്നില്ല എന്നർത്ഥാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓൾദോ എന്നുള്ളത് വേറെ എവിടെ യൂസ് ചെയ്യുന്ന നോക്കാം. ഓൾദോ ആക്ച്വലി ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. യെസ്, ഓൾദോ. ഓക്കെ, യെസ്, സെറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ആൻസറും കൂടി നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ആക്ച്വലി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ആണ്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഇനി ഏത് എക്സാമിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്താകും, കിടിലനായിട്ട് കൊഹീസീവ് ഡിവൈസ് ചെയ്യാൻ പോവാണ്. അതിന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 3 ക്വസ്റ്റ്യൻസ് വിത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എക്സാക്ട് ആൻസർ കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ജസ്റ്റ് വേണമെങ്കിൽ വായിക്കണം, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്താക്കുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. +2 മുഴുവൻ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഒരാൾ പോലും പഠിക്കാൻ വിട്ടുപോരുത്. കമന്റ് ചെയ്യാൻ മറന്നു പോരുത്. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും എക്സാക്ട് ആൻസേഴ്സും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ ചേടി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ബൈ.